ഇന്ത്യാ ചരിത്രത്തിലെ നിർണായകമായ ഒരു വർഷമായിരുന്നു AD 1325. ഡൽഹിയിലെ തുഗ്ലക് വംശസ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക് അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുന്ന വർഷമാണത്. ഖിൽജി വംശത്തിൻ്റെയൊക്കെ ഭരണം തകർന്ന് കെട്ടുറപ്പില്ലാത്ത അവസ്ഥയിലായ ഇന്ത്യൻ മേഖലകൾക്ക് ശക്തിയും സുരക്ഷയുമൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ ഗിയാസുദ്ദീൻ തുഗ്ലക് ബംഗാളിലേക്കുള്ള ഒരു പട നയിക്കലിനപ്പുറം വിശ്രമിക്കാനായി ഒരു ടെൻറ്റിൽ ഇരുന്ന സമയത്ത് ഈ ടെൻറ്റ് തകർന്നു വീഴുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇതൊരു സ്വാഭാവിക മരണമല്ലെന്നും ഗൂഢാലോചനയാണെന്നുമൊക്കെ ആ കാലത്തെ ചില ചരിത്രകാരന്മാരെങ്കിലും എഴുതുകയുണ്ടായി. എന്തൊക്കെയാണെങ്കിലും ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ മരണത്തിന് കൃത്യം 3 ദിവസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ മകനായ ജോനാ ഖാൻ ഡൽഹിയുടെ അധികാരം ഏറ്റെടുക്കുകയും അപ്പോൾ മുതൽ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അധികാരം നേടിയിട്ടും അയാൾ ഡൽഹിയിലേക്ക് പാഞ്ഞെത്തിയൊന്നുമില്ല. പകരം പല ദിവസങ്ങൾ തുഗ്ലക്കാബാദിൽ താമസിച്ചതിനപ്പുറം മാത്രമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിലേക്ക് കടന്നെത്തിയത്. സ്വാഭാവികമായും അച്ഛനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ വധിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന കഥ എങ്ങും പരന്നിരുന്നു. എന്നാൽ അച്ഛനെ അടക്കം ഡൽഹിയുടെ സുൽത്താനാക്കുന്നതിലും തുഗ്ലക് സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിർണായകമായി നിലകൊണ്ട മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എതിർക്കാനെന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സ്വർണവും വസ്ത്രങ്ങളുമൊക്കെ വഴിനീളം നൽകിക്കൊണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക് രാജകീയമായി തന്നെ ഡൽഹിയിലേക്ക് കടന്നു വന്നു. ചരിത്ര തേടലുകളിൽ ഗിയാസുദ്ദീൻ തുഗ്ലക് മരിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്നും ഇനി നാളെയും കൃത്യമായ ഒരു ഉത്തരമുണ്ടാവുകയില്ല. അത് നിഗൂഢമായി തന്നെ തുടരും. എന്നാൽ അതിലും നിഗൂഢമായ ഒരു ജീവിതം നയിച്ച ഒരാൾ എന്ന നിലയിൽ പ്രശസ്തനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇങ്ങ് മധുര വരെയൊക്കെ അതിരുകൾ നീണ്ട അതിബൃഹത്തായ സാമ്രാജ്യം ഭരിച്ച മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലം എന്നാൽ ഇന്ത്യാ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ടൊക്കെയാണ് പല നിരീക്ഷകരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. പല വിഷയങ്ങളിലും അസാമാന്യമായ പാണ്ഡിത്യം നേടിയ ഒരാൾ, സമർത്ഥനായ രാജ്യതന്ത്രജ്ഞനും കൂർമ്മബുദ്ധിയും മികച്ച ഒരു യോദ്ധാവുമൊക്കെ ആയിരുന്ന ഒരാൾ, തുഗ്ലക് ഭരണത്തിന് ചുക്കാൻ പിടിച്ച ശക്തി, മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ ഏറെക്കുറെ വലിയൊരു ഭാഗവും ഭരിച്ചിരുന്ന ഒരാൾ. ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നാൽ വിവാദങ്ങളുടേതു കൂടിയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ചരിത്രത്തിലേക്ക് വഴി തുറക്കാൻ ആ കാലത്ത് ജീവിച്ചിരുന്ന 3 പ്രശസ്ത ചരിത്രകാരന്മാരുടെ രേഖകൾ നമുക്ക് ലഭ്യമാണ്. അവരാണ് ഇസാമി, ബരാനി, ഇബ്നു ബത്തൂത്ത എന്നിവർ. ഇത്രയും വഴികളൊക്കെ ഉണ്ടെങ്കിലും ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു ജീവിതം കൂടിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റേത്. വിശദമാക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ ചില സമയങ്ങളിൽ അയാൾ ഏറ്റവും മികച്ചൊരു ഭരണാധികാരിയായിട്ടും എന്നാൽ ചില സമയങ്ങളിൽ ഏറ്റവും മോശം ഭരണാധികാരിയായിട്ടും കാണാവുന്നതാണ്. ചിലയിടത്ത് അയാൾ ഒരു വിഡ്ഢിയെ പോലെ പെരുമാറുന്നത് കാണാം, ചിലയിടത്ത് അതീവ ബുദ്ധിമാനെ പോലെ പെരുമാറുന്നതും കാണാം. ഇത്തരത്തിൽ എവിടെ നോക്കിയാലും പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു നിഘണ്ടു തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൽ നമുക്ക് കാണാം. സത്യത്തിലും ന്യായത്തിലും വിശ്വസിച്ചിരുന്ന, ജനങ്ങളോട് വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രവർത്തിച്ചിരുന്ന അപൂർവം ചക്രവർത്തിമാരിൽ ഒരാൾ. എന്നാൽ ഇതേ ചക്രവർത്തി തന്നെ ചിലപ്പോൾ രക്തദാഹിയായ ഒരു ഭരണാധികാരിയായി മാറി. ഈ വൈരുദ്ധ്യങ്ങളുടെ പേരിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മിശ്രണം എന്ന നിലയിൽ അയാൾ അറിയപ്പെടുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ജീവിതം എന്നും എപ്പോഴും ആശ്ചര്യകരമായ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളാണെങ്കിലും സ്വപ്ന പദ്ധതികളാണെങ്കിലും അവയുടെ വിജയവും പരാജയങ്ങളുമൊക്കെ ഒരേ സമയം ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. വിദ്യാസമ്പന്നനായ അതീവ ബുദ്ധിമാനായ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നാൽ ചില സമയങ്ങളിൽ യാതൊരു ചിന്തകളും ഇല്ലാത്ത അവസ്ഥയിലും പ്രവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ലോകം അദ്ദേഹത്തിന് നൽകിയ പേരാണ് മധ്യകാലത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നത്. എന്താണ് ഒരു ഭരണാധികാരിക്ക് ഇത്രമാത്രം പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇത്രമാത്രം മോശമെങ്കിൽ അയാൾ എങ്ങനെ അധികാരത്തിൽ തുടർന്നു എന്നും ചിന്തിക്കാം. നമ്മുടെ പഠനകാലങ്ങളിലൊക്കെ തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ എന്ന പേരിൽ കളിയാക്കലുകൾ പോലും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തുഗ്ലക്ക് എന്ന പേരും നമുക്ക് ചുറ്റുമുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കൈകളിലേക്ക് വന്നത് അതിബൃഹത്തായ ഒരു സാമ്രാജ്യമായിരുന്നു. അദ്ദേഹം അതിനെ വീണ്ടും വികസിപ്പിക്കുകയുമുണ്ടായി. ഡൽഹിയിലെ മറ്റൊരു സുൽത്താനും ഭരിക്കാത്ത അത്രയും പ്രദേശങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ വരികയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് അതിസമ്പന്നമായ ഒരു ഖജനാവും വന്നിരുന്നു. ആ ഖജനാവിനെ അദ്ദേഹം കൂടുതൽ സമ്പുഷ്ടമാക്കുകയും ചെയ്തു. എന്നാൽ വെറും 10 വർഷങ്ങൾ കൊണ്ട്
അതിർത്തികൾ തകരുകയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസ്ഥകളിലേക്കുമൊക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണം കൊണ്ടുചെന്നെത്തിച്ചു. കാലത്തിലും മികച്ച ചിന്തകളുമായി വമ്പൻ പദ്ധതികൾ അദ്ദേഹം സൃഷ്ടിച്ചെങ്കിൽ പോലും എന്നാൽ അത് നടപ്പാക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. ദേശങ്ങൾ കീഴടക്കാനായി വമ്പൻ സൈന്യങ്ങളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള യാതൊരു പടയോട്ടങ്ങളും നടന്നില്ല. അവിടെയും പരാജയം. ഏവരുടെയും കഷ്ടപ്പാടിനെയൊക്കെ അനുകമ്പയോടെ മാത്രം കണ്ടിരുന്ന അതേ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്നെ ചിലപ്പോൾ മനുഷ്യരെ വെട്ടിയെറിഞ്ഞു എന്നതും മറ്റൊരു ചരിത്രം. അതുകൊണ്ട് തന്നെ ആ കാല എഴുത്തുകളിലൊക്കെ ചെകുത്താൻ്റെ ഹൃദയത്തോടു കൂടിയ മാലാഖ എന്ന വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ കാലത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന ബരാനിയുടെ എഴുത്തുകളിൽ കൊട്ടാരത്തിൽ കൊലപാതകങ്ങളില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്നു ബത്തൂത്തയുടെ എഴുത്തുകളിൽ മനുഷ്യരുടെ ഗണം നോക്കാതെ കുറ്റകൃത്യത്തിന് കൃത്യമായ ശിക്ഷകൾ നൽകി എന്ന രീതിയിലുമുണ്ട്. ഇതിനൊക്കെ പല ഉദാഹരണങ്ങളുമുണ്ട്. മുസ്ലിം മതത്തിലെ ഖാസിമാരുടെ, അതായത് ആധുനിക രീതിയിൽ ജഡ്ജിമാരുടെ ഗ്രൂപ്പ്, ഈ ഖാസിമാരുടെ പല വിധി പ്രഖ്യാപനങ്ങളിലും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുഖം നോക്കാതെ ഇടപെട്ടിരുന്നു. ആളനുസരിച്ച് ശിക്ഷയൊക്കെ മാറുമ്പോൾ ആ സമയത്ത് അവിടെ എത്തി അതിനെ എതിർത്ത് കൃത്യമായ ശിക്ഷ നടത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മടി കാണിച്ചിരുന്നില്ല. തന്നെ കുറ്റം പറഞ്ഞ ഖാസിയുടെ മകനെ കൊല്ലാനും എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മടി കാണിച്ചിട്ടില്ല. ആദ്യമേ പറഞ്ഞ വൈരുദ്ധ്യങ്ങളുടെ രാജാവ് തന്നെ. എങ്കിൽ പോലും അവസാന കാലങ്ങളിലൊക്കെ മതമേഖലയിലെ ഉന്നതരോട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സദ്യ ചെയ്യേണ്ടിയൊക്കെ വന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നല്ല ലക്ഷ്യങ്ങളോടെ ചെയ്ത പല കാര്യങ്ങളും പരാജയത്തിലാണ് കലാശിച്ചത്. പലത് എന്നല്ല, എല്ലാ പദ്ധതികളും തന്നെ പരാജയത്തിലാണ് കലാശിച്ചത്. ഒരുപക്ഷെ കാലത്തിന് മുന്നേ ചിന്തിച്ച ഒരു ഭരണാധികാരിയായിട്ടൊക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കാണാം. സൗത്ത് നോർത്ത് വ്യത്യാസങ്ങളില്ലാതെ ഏകീകരിച്ച ഭരണം നടത്തണം എന്നതായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന് മംഗോൾ ആക്രമണ സാധ്യത തടയുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാൻ 1327 തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങളോടെ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് നടപ്പാക്കുന്നതിൽ വമ്പൻ പരാജയം നേരിട്ടു. ദേവഗിരിയിലേക്ക് മാറുന്നതിനൊപ്പം തന്നെ ഡൽഹിയിലെ സകല ജനങ്ങളോടും ദേവഗിരിയിലേക്ക് യാത്ര ചെയ്യാനായി രാജാവ് കൽപ്പിക്കുകയുണ്ടായി. ജനങ്ങൾ രാജാവിനെ വെറുക്കുന്നതിന് കാരണമായ ഒരു തീരുമാനം കൂടിയായിരുന്നു ഇത്. ആ കാലത്ത് 1000-ലധികം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ പലരും വഴിയിൽ തന്നെ മരിച്ചു വീണു. ബാക്കിയുള്ളവർ ദേവഗിരിയിലെത്തിയെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും നട്ടം തിരിയുകയുണ്ടായി. സുൽത്താനെ ധിക്കരിച്ച് പലരും അതോടെ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയുമുണ്ടായി. അങ്ങനെ തൻ്റെ വമ്പൻ പദ്ധതി വലിയ തോതിൽ പരാജയത്തിൽ കലാശിച്ചു എന്ന് മനസ്സിലാക്കിയ സുൽത്താൻ തലസ്ഥാനം വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റിയതായി പ്രഖ്യാപിച്ചു. അത് സംഭവിച്ച ദുരന്തത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഉണ്ടായത്. സുൽത്താൻ്റെ മറ്റൊരു പദ്ധതിയായിരുന്നു കൃഷി വർദ്ധിപ്പിക്കുക എന്നത്. അതിനായി നിലമുള്ളവർക്ക് ലോണുകൾ നൽകി. പലരും സ്ഥലം കാണിച്ച് ലോണുകൾ എടുത്തു എന്നല്ലാതെ കൃഷി നിലവിലുള്ളതിലും അധികമായി വികസിച്ചില്ല. ഒപ്പം തിരിച്ചടവുകളും ഉണ്ടായില്ല. ഇത്തരത്തിൽ പല പദ്ധതികളുടെയും ഭാഗമായി ഖജനാവ് ശോഷിച്ചു തുടങ്ങിയിരുന്നു. അതോടെ വമ്പൻ ഉൽപ്പാദനം ലഭിച്ചിരുന്ന ദോആബ് മേഖലയിലെ നികുതി 5 മുതൽ 10% വരെയൊക്കെ സുൽത്താൻ വർദ്ധിപ്പിച്ചു. അത് ആ മേഖലയിലെ ജനങ്ങൾക്ക് ഇരുട്ടടിയായി മാറി. ഉൽപ്പാദനം കുറയുമ്പോൾ നികുതി കുറയാത്തതിലൂടെ ജനങ്ങൾ പട്ടിണിയിലേക്കുമെത്തി. ഈ അധിക നികുതി നിർത്തിയില്ല എന്ന് മാത്രമല്ല, കാലക്രമേണ മറ്റു പലയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു സുൽത്താൻ. അതോടെ ജനങ്ങൾ നാടുപേക്ഷിച്ച് കാടുകളിലേക്ക് ചേക്കേറി. തൻ്റെ നയങ്ങളിൽ മടുത്തിട്ടാണ് ജനങ്ങൾ പോയത് എന്ന് പോലും മനസ്സിലാക്കാതെ സുൽത്താൻ കാടുകളിലേക്ക് രക്ഷപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലാനാണ് ഉത്തരവിട്ടത്. ഇതൊക്കെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു. പലയിടങ്ങളിലും കലാപ കൊടികൾ ഉയർന്നു. അതൊക്കെയും സുൽത്താൻ അടിച്ചമർത്താനാണ് നടപടികൾ സ്വീകരിച്ചത്. സാമ്പത്തിക രംഗത്തുണ്ടായ ഈ വലിയ തളർച്ചയും കൃഷിയും കച്ചവടവുമൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ടി സുൽത്താൻ പുതിയൊരു ചെമ്പു നാണയം ഈ സമയം അടിച്ച് പ്രചരിപ്പിക്കുകയുണ്ടായി. ചൈനയിൽ ആ സമയം പ്രചാരത്തിലുണ്ടായിരുന്ന കടലാസ് കറൻസിയെ അനുകരിച്ചാണ് സുൽത്താൻ ഇവിടെ ഇത് നടപ്പിലാക്കിയത്. എങ്കിലും ഈ പദ്ധതി ഒരു വമ്പൻ പരാജയമായി മാറുകയുണ്ടായി. വെള്ളി നാണയത്തിൻ്റെ അതേ മൂല്യത്തിലാണ് ചെമ്പ് നാണയവും അടിച്ചിരുന്നത്. ഗവൺമെൻറ് കൃത്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ട് തന്നെ രാജ്യത്തിലെ എല്ലാ മേഖലയിലും ചെമ്പ് നാണയങ്ങൾ വൻതോതിൽ നിർമ്മിക്കപ്പെടാൻ ആരംഭിച്ചു. അങ്ങനെ ജനങ്ങൾ സുൽത്താൻ്റെ പുതിയ ചെമ്പ് നാണയങ്ങൾ സ്വയം സൃഷ്ടിച്ച് നികുതിയും മറ്റും അടക്കുന്ന അവസ്ഥയുണ്ടായി. വിദേശ കച്ചവടക്കാർ ചെമ്പു നാണയങ്ങൾ എടുക്കാത്ത അവസ്ഥയും ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഒരു സ്തംഭനം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അതോടെ സുൽത്താൻ്റെ അടുത്ത പദ്ധതി എത്തി. ചെമ്പു നാണയങ്ങളെല്ലാം ഖജനാവിലേക്ക് സ്വീകരിച്ച്
പകരം വെള്ളി, സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു നൽകുക. അതോടെ സർക്കാർ ഖജനാവ് ചെമ്പു നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. വെള്ളിയും സ്വർണവും ഇല്ലാതാവുകയുമുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഖജനാവ് വൻതോതിൽ തന്നെ കാലിയായി. ഇതിനിടയിൽ വലിയൊരു സൈന്യത്തെയൊക്കെ സൃഷ്ടിക്കാൻ സുൽത്താൻ തീരുമാനിക്കുകയുണ്ടായി. കാരണം സ്വാഭാവികമായും ഖജനാവ് കാലിയായിരിക്കുന്നു. എതിർദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് സമ്പത്ത് സൃഷ്ടിക്കുക, രാജ്യത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, സൈന്യത്തെ ഉപയോഗിച്ച് അതിർത്തിയിലെ കലാപക്കൊടികൾ അടിച്ചമർത്തുക തുടങ്ങിയൊക്കെയായിരുന്നു ഈ സൈനിക രൂപീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഏതാണ്ട് 3,70,000 പേർ വരുന്ന ഒരു സൈന്യത്തെ സൃഷ്ടിച്ച സുൽത്താൻ പേർഷ്യൻ മേഖലകൾ തന്നെ ആക്രമിക്കാനാണ് പദ്ധതിയിട്ടത്. എങ്കിലും ഒരു വർഷത്തിലധികം പടയോട്ടമില്ലാതെ ഈ സൈന്യത്തെയും വലിയൊരു ബാധ്യത സൃഷ്ടിക്കപ്പെട്ട് വെറുതെ നിർത്തേണ്ടി വന്നു. വലിയ പദ്ധതികളൊക്കെ സൃഷ്ടിക്കുകയും എന്നാൽ അത് നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയും വീണ്ടും സുൽത്താനെ പിന്തുടർന്നു. എങ്കിലും ഒരു സൈന്യം ഹിമാലയൻ മേഖലകളിലേക്ക് ഒരു പടയോട്ടം നടത്തുകയുണ്ടായി. ഒരു വൻ ദുരന്തമാണെന്നാൽ അത് അവിടെ സംഭവിച്ചത്. വമ്പൻ മഴയും രോഗങ്ങളും കാരണം സൈനികരും കുതിരകളുമൊക്കെ മരിച്ചു വീണു. നിർവാഹമില്ലാതെ ബാക്കിയുള്ള സൈന്യത്തിന് പിൻവാങ്ങേണ്ടിയും വന്നു. എന്നാൽ പല വഴികളിലൂടെയുള്ള ഈ തിരിച്ചുവരവിൽ ഗോത്രവിഭാഗങ്ങളുടെ ആക്രമണങ്ങളിൽ സൈന്യം പൂർണ്ണമായും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. തിരിച്ചന്ന് വന്നത് ആകെ 10 പേരായിരുന്നു. വാർത്ത അറിഞ്ഞ സുൽത്താൻ ഈ 10 പേരെയും കൊല്ലുകയാണ് ഉണ്ടായത്. ഭരണമേഖലകളിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി നൽകിയ ഒരു സുൽത്താൻ കൂടിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇത് അദ്ദേഹത്തിന് എതിരാളികളെയും സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഖജനാവ് കാലിയായതോടെ അതിർത്തി മേഖലകളിൽ കലാപക്കൊടികൾ നിരന്തരമായി ഉയരുകയുണ്ടായി. ബംഗാളായാലും തെലങ്കാനയായാലും ഗുജറാത്തൊക്കെ തുടങ്ങി പല മേഖലകളിലും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അവസ്ഥകളും സൃഷ്ടിക്കപ്പെട്ടു. പല ദേശങ്ങളിലും നികുതി വർദ്ധിപ്പിച്ച ചരിത്രം പറഞ്ഞല്ലോ. അതിനപ്പുറം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ വലിയൊരു വരൾച്ച സൃഷ്ടിക്കപ്പെട്ടു. വർഷങ്ങൾ നീണ്ടുനിന്ന വരൾച്ച എന്നാണ് ബരാനിയൊക്കെ എഴുതിയിട്ടുള്ളത്. മനുഷ്യനെ തിന്നുന്ന കാഴ്ചകളെപ്പറ്റി ഇബ്നു ബത്തൂത്തയും അന്ന് എഴുതിയിട്ടുണ്ട്. ഏതായാലും ഭക്ഷണമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ട സുൽത്താൻ സർക്കാരിൻ്റെ കയ്യിലുള്ള ധാന്യം ജനങ്ങൾക്ക് നൽകാനും സൗജന്യ ഭക്ഷണശാലകൾ ഒരുക്കാനും നിർദ്ദേശിക്കുകയുണ്ടായി. കർഷകരെ തേടിച്ചെന്നു കൊന്ന അതേ സുൽത്താൻ ജനങ്ങളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്ന മറ്റൊരവസ്ഥ വൈരുദ്ധ്യങ്ങളുടെ പ്രതീകം തന്നെയാണല്ലോ. 1340കളോടെ ഏതായാലും കലാപക്കൊടികൾ വർദ്ധിച്ചു വന്നു. കലാപങ്ങൾ അടിച്ചമർത്താൻ സുൽത്താന് നേരിട്ട് തന്നെ ഇറങ്ങേണ്ടിയും വന്നു. സിന്ധ് മേഖലകളിലേക്കുള്ള മാർച്ചിനിടയിൽ രോഗം ബാധിക്കുകയും 1351 മാർച്ച് 20 മുഹമ്മദ് ബിൻ തുഗ്ലക് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. മുഹമ്മദ് ബിൻ തുഗ്ലക് അധികാരമേറ്റ സമയത്ത് 23 പ്രവിശ്യകൾ ചേർന്നതായിരുന്നു തുഗ്ലക് സാമ്രാജ്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് അതിൽ പകുതിയിലധികവും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോവുകയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറം പ്രശസ്തമായ ഒരു വാചകമുണ്ട്: രാജാവ് ജനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ജനങ്ങൾ രാജാവിൽ നിന്നും എന്നതാണത്. ഒരുപക്ഷെ ഇത്രയധികം കലാപങ്ങൾ കണ്ട മറ്റൊരു സുൽത്താനും ഡൽഹിയുടെ ചരിത്രത്തിൽ ഉണ്ടായി കാണില്ല. പക്ഷേ അതിനൊക്കെ കാരണമായി കാണുന്നത് സുൽത്താൻ്റെ തന്നെ പരാജയപ്പെട്ട നയങ്ങളും പ്രവർത്തനങ്ങളും സുൽത്താൻ്റെ സമീപനങ്ങളുമൊക്കെയാണ്. പല കലാപങ്ങളെയും സുൽത്താൻ അടിച്ചമർത്തിയെങ്കിൽ പോലും അവസാന സമയത്ത് സൈനിക ശക്തിയും പണവുമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കും സുൽത്താൻ പോവുകയുണ്ടായി. ആത്യന്തികമായി അത് സാമ്രാജ്യം തന്നെ ചെറുതാവുന്നതിനും വഴിവെച്ചു. ഏതായാലും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പോലെ അതിബുദ്ധിമാനായ ഒരു ഭരണാധികാരിയുടെ പരാജയം ഇന്ത്യാ ചരിത്രത്തിൽ ഇന്നും ഇനി നാളെയും തേടലുകൾ നടക്കുന്ന ഒരു ഭാഗമായി നിലനിൽക്കുകയാണ്.